Hey guys, welcome to പുതിയൊരു വീഡിയോ സാധനം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കിഡിലൻ ബസ് സിമുലേറ്റർ ഗെയിംസ് ആണ് ഗൈസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് തന്നെ ഗൈസ് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസ് ഇതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പരിചയപ്പെടുത്തിയ ബസ് സിമുലേറ്റർ, ഇന്തോനേഷ്യ, അങ്ങനെ കുറച്ച് ഗെയിംസ് ഉണ്ട്. അതൊന്നും ഇതിൽ പറയാനല്ല, ഇതിൽ കുറച്ച് പുതിയ ഗെയിംസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അതിന് മുമ്പ് തന്നെ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ചാനൽ കയറി നോക്കുമ്പോൾ ഇതുകൊണ്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ കൂടുതലും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഗെയിമിൻ്റെ ആണ് ബസ് സിമുലേറ്റർ കേരള ഗൈസ്. അപ്പോൾ ഗെയിമിൻ്റെ സൈസ് വരുന്നത് 120 MB ആണ്. ഗെയിം ഫുള്ളായിട്ട് ഓഫ്ലൈൻ ആണ് ഗൈസ്. യെസ് ഗൈസ്, നിങ്ങൾ കേട്ടതുപോലെ തന്നെ ബസ് സിമുലേറ്റർ കേരള എന്നാണ് ഗെയിമിൻ്റെ പേര്. കേരള ബേസ് ആയിട്ടുള്ള ഗെയിമാണ്. കേരള ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ മൊത്തം മാപ്പൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നമ്മുടെ നാട്ടിലെ മാപ്പ് പോലെ തോന്നിക്കുന്ന കുറച്ച് സ്ഥലങ്ങളും അങ്ങനത്തെ കുറച്ച് ഇതേ ഉള്ളൂ. പിന്നെ ഗെയിമിൻ്റെ സൈസ് അറിയില്ല, 120 MB ആണ്. അതിൽ ഒരു വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാപ്പ് നമ്മുടെ നാട്ടിലുള്ള മലകളും പിന്നെ മരങ്ങളും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും റോഡും അങ്ങനത്തെ സാധനം കാണാൻ പറ്റും. പിന്നെ NPCസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ബസ് ടൈപ്പ് അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ വണ്ടി, ഓട്ടോറിക്ഷ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നൈസൊരു ഗെയിമാണ്. ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ കുറഞ്ഞ MB ഒരു വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒറ്റ ബസ്സേ ഉള്ളൂ. ആ ബസ് കൊണ്ട് നമ്മൾ ഈ മാപ്പ് എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഗെയിം ഇപ്പോൾ ഏർലി സ്റ്റേജിലാണ്, ജസ്റ്റ് ഡെവലപ്മെൻറ്റിലാണ് എന്നാണ് കേട്ടത്. അപ്പോൾ നൈസ് ഗെയിമാണ്. കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ നിങ്ങൾ കളിച്ച് അടിപൊളിയായിരിക്കും. പിന്നെ ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് കളിച്ച് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നൈസാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ഗെയിമിൻ്റെയാണ് റോഡ് ഡ്രൈവിംഗ് ബ്രസീൽ ഓൺലൈൻ ഗൈസ്. ഗെയിമിൻ്റെ സൈസ് വരുന്നത് 137 MB ആണ്. ഗെയിം ഫുള്ളായിട്ട് ഓൺലൈൻ അല്ല, ഓഫ്ലൈനും ഓൺലൈനും കൂടി കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ബ്രസീലിൻ്റെ കുറച്ച് ഏരിയകളായിരിക്കും മാപ്പായിട്ട് കിട്ടുക. അതിൽ കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാം. പിന്നെ ഇതിൽ മൾട്ടിപ്ലെയർ അവൈലബിൾ ആണ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ. പിന്നെ ബസ്, ട്രക്ക്, വാൻ അങ്ങനത്തെ കുറച്ച് വെഹിക്കിൾസും ഇതിൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ റിയലിസ്റ്റിക് വെതറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ ഡേ നൈറ്റ് സൈക്കിൾ, പിന്നെ മഴ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നൈസൊരു ഗെയിമാണ്. ഗുഡ്, ഒരു അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ഗെയിമിൻ്റെ ആണ് വേൾഡ് ബസ് റൈഡ് ഗൈസ്. അപ്പോൾ ഗെയിമിൻ്റെ സൈസ് വരുന്നത് 114 MB ആണ്. ഗെയിം ഫുള്ളായിട്ട് ഓഫ്ലൈൻ ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ ഗെയിം ഒരു ചെറിയൊരു ഗെയിമാണ്. അതായത് വലിയ സൈസൊന്നുമില്ല, പിന്നെ വലിയ മാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതിലൊരു നല്ല രസമാണ് ഇതിലത്തെ ഏരിയകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഇതിലത്തെ ഒരു മലകൾ അങ്ങനത്തെ സ്ഥലത്ത് കൂടിയൊക്കെ വണ്ടി എടുത്ത് പോകുമ്പോൾ നല്ല രസമാണ്, ഓഫ് റോഡ് ഏരിയ കൂടിയൊക്കെ. പിന്നെ ഇതിൽ മെയിനായിട്ട് 4 ബസ്സാണ്. ബസ്സല്ല, മെയിനായിട്ട് വാനാണ്. അപ്പോൾ നൈസൊരു ഗെയിമാണ്. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. ചെറിയൊരു ഗെയിമാണ്. ഈ ചെറിയ MBയിൽ ഒരു അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു ഫീൽ ഗുഡിന് വേണ്ടി കളിക്കാന്നേ ഉള്ളൂ. അപ്പോൾ നൈസൊരു ഗെയിമാണ്. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ഗെയിമിനാണ് ഇന്ത്യൻ ബസ് സിമുലേറ്റർ ഗെയിം 3D ഗൈസ്. ഗെയിമിൻ്റെ സൈസ് വരുന്നത് 80 MB ആണ്. ഗെയിം ഫുള്ളായിട്ട് ഓഫ്ലൈൻ ആണ് ഗൈസ്. അപ്പോൾ ഈ 80 MB എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് വിചാരിക്കാൻ നിൽക്കണ്ട. കാരണം കിടിലൻ ഗെയിമാണ്. നല്ല വൃത്തിയുള്ളൊരു ഗ്രാഫിക്സ് ആണ് ആ ഒരു 80 MB കൊടുത്തത്. അതുപോലെ തന്നെ ഗെയിം പ്ലേ ഫിസിക്സും നൈസാണ്. പിന്നെ ഇതിൻ്റെ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഇന്ത്യ ബേസ് ആയിട്ടുള്ളൊരു ഇതാണ്. നല്ലൊരു ഗ്രാമപ്രദേശങ്ങൾ പോലത്തെ സ്ഥലങ്ങളാണ്. നല്ല രസമാണ്, നല്ല അതിലങ്ങനെ കളിച്ചു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഗെയിം പ്ലേ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ ഒരു ഏരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ വേറെ ലെവലാണ്. പിന്നെ ഗ്രാഫിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു 80 MB നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. നൈസൊരു ഗെയിമാണ്. ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കണം. കാരണം ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ലാസ്റ്റ് ഗെയിമിൻ്റെ ആണ് കോച്ച് ബസ് സിമുലേറ്റർ ഗൈസ്. അപ്പോൾ ഗെയിമിൻ്റെ സൈസ് വരുന്നത് 130 MB ആണ്. ഗെയിം ഫുള്ളായിട്ട് ഓഫ്ലൈൻ അല്ല, ഓൺലൈനും ഓഫ്ലൈനും അവൈലബിൾ ആണ്. അപ്പോൾ ഗെയിമിനെ പറ്റി പറയാം, നമുക്ക് ഇതിലൊരു വലിയൊരു ഓപ്പൺ വേൾഡ് മാപ്പ് ഉണ്ട്. അതിൽ കൂടി നമ്മളെ ബസ് നമുക്ക് ഓടിച്ചിങ്ങനെ പോവുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നമ്മളെ ബസ് നമുക്ക് മാക്സിമം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ബസ്സും കൊണ്ടുപോകുമ്പോൾ മറ്റ് ബസ്സുള്ള ആൾക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. പിന്നെ നമുക്കൊരു സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങിയിട്ട് അതിൽ ഡ്രൈവേഴ്സിനെയൊക്കെ ഹയർ ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ റിയലിസ്റ്റിക് ഡാമേജ് ഫിസിക്സ് ആണ് ഇതിൽ കൊടുത്തത്. നമ്മൾ വണ്ടിയൊക്കെ ഡാമേജ് ആകുമ്പോൾ ഒക്കെ കാണാൻ പറ്റും. പിന്നെ വെതർ ചേഞ്ച്, ഡേ നൈറ്റ് സൈക്കിൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒട്ടുമിക്ക വലിയ ഗെയിമുള്ള സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ കുറഞ്ഞ MB തന്നെ. നൈസൊരു ഗെയിമാണ്. പിന്നെ ഗെയിമിൽ മൾട്ടിപ്ലെയർ ഓപ്ഷനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് ഗൈസ്, ഇന്നത്തെ വീഡിയോ പത്രക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ്, നമുക്ക് ഇതിൽ കുറച്ചുകൂടിയും ഗെയിംസ് ഒക്കെ ആഡ് ചെയ്യാണ്ട് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ്, ഇതിൽ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.